ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെമിസ്. ആസ് യൂഷ്വലി അറിയാല, നമ്മൾ സ്ഥിരം കൊണ്ടുവരാറുള്ള പോലെ വെറൈറ്റി കളക്ഷൻസ് തന്നെയാണ്. ആ വെറൈറ്റി നിങ്ങളും കാത്തിരിക്കുമെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ അധികം ലാഗ് അടിക്കാനുള്ള പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാ. വേറെ ഒന്നല്ല, നിങ്ങൾ അഡ്രസ്സ് സെൻഡ് ചെയ്യാൻ നേരത്ത് എപ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള അഡ്രസ്സ് സെൻഡ് ചെയ്യണം. എസ്പെഷ്യലി നിങ്ങൾ പിൻകോഡ് ആണെങ്കിലും ഫോൺ നമ്പർ ആണെങ്കിലും നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നേരത്ത് നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ അവര് അവിടെ ഒന്നോ രണ്ടോ ദിവസം ഹോൾഡ് ചെയ്ത് വെക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യണതിന് മുന്നേ ചില സ്പോട്ടിലൊക്കെ ഇതേപോലെ അൺസഫീഷ്യന്റ് അഡ്രസ് എന്നൊക്കെ പറഞ്ഞ് റിട്ടേൺ ഒക്കെ വിടാറുണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും അഡ്രസ് സെൻഡ് ചെയ്യാൻ നേരത്ത് പ്രോപ്പർ ആയിട്ട് അത് സെൻഡ് ചെയ്യണം കേട്ടോ. ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്ക് ബൈ നിങ്ങളുടെ സൈഡിൽ നിന്ന് തന്നെയാണെങ്കിൽ നമ്മൾ അതിൽ റെസ്പോൺസിബിൾ ആയിരിക്കില്ല. എന്നാലും നമ്മൾ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യും, ചെയ്യാതിരിക്കില്ല. ഇന്ന മാതിരിയാന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻഫോം ചെയ്തിട്ടൊക്കെ പറയുകയൊക്കെ ചെയ്യും. അപ്പൊ അഡ്രസ് എപ്പോഴും സെൻഡ് ചെയ്യാൻ നേരത്ത് അത് പ്രോപ്പർ ആയിട്ട് സെൻഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ സൈഡിലുള്ള കാര്യമാണ്. അപ്പൊ ഓൺലൈൻ ഓർഡേഴ്സിനെ അറിയില്ല, വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ഉണ്ടായില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് അയക്കാൻ ഡീറ്റെയിൽ ചോദിക്കുക, ഓർഡർ തരാം. അപ്പോൾ ഓർഡർ ചെയ്യാൻ നേരത്ത് എല്ലാ പ്രൊഡക്റ്റിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയണത്. അത് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ. ഇതെന്താ പറയണമെന്ന് വെച്ചാൽ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല. അതാരെ കൊണ്ടിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റിന്റെ മേലെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയാനായിട്ട്. പിന്നെ അറിയാലോ, ഇതേപോലത്തെ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ബെല്ലൈക്കനും കൂടി അമർത്താൻ മറക്കണ്ട. ബെല്ലൈക്കൻ അമർത്തിയാൽ മാത്രമാണ് പുതിയ വീഡിയോസിന്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഫസ്റ്റ് പ്രോഡക്റ്റ് തന്നെ സ്റ്റാർ ജോർജറ്റ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത്. അത് ആകെ മൂന്ന് കളേഴ്സ് മാത്രം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള ഒരു മിക്സ് കോമ്പിനേഷൻ ആണ് ഉള്ള വർക്ക്. അത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്ക് ഇടാനാണ് ഒരുവിധം കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് പ്രിഫർ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പൊ അവർക്ക് പറ്റിയിട്ടുള്ളൊരു പാറ്റേൺ ലെവലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. എന്താ റൗണ്ട് നെക്കിൽ അതിൽ ഫ്രണ്ട് പോർഷനിൽ തന്നെ ഒരു വർക്ക് നോക്കിയിരിക്കുക, നല്ല ഭംഗിയായിട്ട് ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു വർക്ക് കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. സ്ലീവിലാണെങ്കിലും ഫുൾ ലെങ്ത് ഓൾമോസ്റ്റ് സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത്. എൻഡിലേക്ക് ഇങ്ങനെ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള ഒരു ബോർഡർ പോയിട്ടുണ്ട്. പിന്നെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് നല്ല താഴത്തേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഗ്രാൻഡ് ലെവലായിട്ടുള്ള വർക്ക് ഫിനിഷിങ് വന്നിട്ട്. പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച് തന്നെയാണ്. ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ഒരു പ്ലെയിൻ ആണ്, ചെറിയൊരു ഷൈനിങ് ആയിട്ട് ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് സ്റ്റാർ ജോർജറ്റ്. സൈസ് ഡബിൾ എക്സൽ ഉണ്ട്. ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം വന്നിട്ടുള്ള ഒരു 45 ഇഞ്ചാണ്. ഇത് ഡബിൾ എക്സൽ ആണെങ്കിലും തൊട്ട് താഴെയുള്ള എക്സൽ ആയിരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ പാൻസ് ആണെങ്കിലും നോക്കിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാൻസ് തന്നെയാണ്. ഇതിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട്, റൗണ്ട് ഇലാസ്റ്റിക് വിത്ത് ലൈനിങ് കൂടി അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഷോൾ വരാൻ നേരത്ത് നോക്കിയൊക്കെയാണ്, ഷോള് വൺ സൈഡ് ആയിട്ടുള്ളൊരു വർക്ക് കോമ്പിനേഷൻ ആണ് അതിന്റെ ഷോൾ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോർഡർ വർക്കാണ്, ചെറിയ ത്രെഡ് വർക്ക് കണ്ടിന്യൂഷൻ ആ ഒരു ഷോളിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഷോളിന്റെ സൈസ് നോക്കിയൊക്കെ അത്യാവശ്യം നല്ല വീതി നീളമായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഡബിൾ എക്സൽ ആണെങ്കിലും തൊട്ട് താഴെയുള്ള എക്സൽ ആയിരിക്കും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന സൈസ് തന്നെയായിരിക്കും. ഷോൾഡർ ഓൾമോസ്റ്റ് ഈവൺ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് ആണെങ്കിൽ 1695 ഉള്ളൂ. അപ്പൊ 1695 മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന ഡിസ്കൗണ്ട് റേറ്റ് ആണ് പ്രൊഡക്റ്റിന് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇപ്പൊ ഒരുവിധം വെഡിങ് വെയറിന്റെ കളക്ഷന്റെ ഒക്കെ റേറ്റ് നിങ്ങൾ പുറമെ പോയിട്ട് എടുക്കണവർക്ക് അറിയാൻ വേണ്ടി പറ്റും. അത്യാവശ്യം നല്ല റേറ്റ് വന്നുണ്ട് ഇപ്പോഴത്തെ വെഡിങ് വെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മെറ്റീരിയൽ ആണെങ്കിലും മുന്നത്തെ പോലെ നോർമൽ ജോർജറ്റും കാര്യങ്ങളും ഒന്നല്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ ആ ഒരു മെറ്റീരിയൽ മാറുന്ന അനുസരിച്ചിട്ട് പ്രൈസിനും ഡിഫറൻസ് ഉണ്ടാവും. അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ആ ഒരു കിട്ടണ ആ ഒരു പ്രൈസ് റേഞ്ച് നല്ല റേറ്റ് കൂടിയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടണത് കേട്ടോ. എന്നാലും എന്നെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം ഡിസ്കൗണ്ട് റേറ്റ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നോർമലി നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്ന റേറ്റിനേക്കാളും എങ്ങനെ വന്നാലും 10-15% അല്ലെങ്കിൽ അതിന് അബവ് ഒരു 20% എങ്കിലും ചില പ്രൊഡക്റ്റുകൾക്ക് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള റേറ്റ് ആണ് നമ്മൾ ഓൺലൈനിൽ പറയാനായിട്ട്. കാരണം ഓൺലൈനിൽ നമുക്ക് നോർമൽ ഷോപ്പിലത്തെ സെയിൽ പോലെയല്ല, നല്ല ബൾക്ക് സെയിലായിരിക്കും ഒരു സിംഗിൾ വീഡിയോ കിട്ടണത്. അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് ചെറിയൊരു മാർജിൻ കിട്ടിയാലും നമുക്ക് എല്ലാം മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലായതുകൊണ്ടിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓൺലൈനിൽ കൊടുക്കാനായിട്ട്. അപ്പൊ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അടുത്തായിട്ട് നോക്കി നോക്കിയാൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള ഒരു മിക്സ് കോമ്പിനേഷൻ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പൊ കളേഴ്സ് ആണെങ്കിലും നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളതും. പിന്നെ സൈസ് ആണെങ്കിൽ നമുക്ക് എക്സൽ ആണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ വന്നിട്ടുള്ളത്. ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു 46 ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഹാൻഡ് വർക്കിൽ അത്യാവശ്യം നല്ല ഗ്രാൻഡ് ലെവലായിട്ടുള്ളൊരു വർക്ക് തന്നെയാണ്. നെക്ക് തന്നെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ ആ ഒരു വർക്കും നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ സ്ലീവ് ആണെങ്കിൽ നോക്കിക്കേണ്ട, അത്യാവശ്യം നല്ല ഹാൻഡ് വർക്ക് ഫിനിഷിംഗ് ആയിട്ടുള്ള സ്ലീവാണ്. സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച് തന്നെയാണ് വന്നിട്ടുള്ളതും. പിന്നെ ഹാൻഡ് വർക്ക് യൂസ് ചെയ്യണവർക്ക് അറിയാൻ പറ്റും അതിന്റെ ഒരു
ആ ഒരു ടൈപ്പ് വെറൈറ്റി എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. കണ്ട എൻഡിലേക്ക് ആ ഒരു ലേസും ആ ഒരു സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ളൊരു ഒരു സ്റ്റാൻഡേർഡ് വർക്ക് ബോർഡർ തന്നെയാണ് പോയിട്ടുള്ളത്. ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച് തന്നെയാണ്. ബാക്കിലേക്ക് വരാൻ നേരത്തെ പ്ലെയിൻ ആയിട്ടുള്ളൊരു കണ്ടിന്യൂഷൻ വർക്ക് കാര്യങ്ങളൊന്നും വന്നില്ല. പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്ത് ഹാൻഡ് വർക്കിൽ ഓൾമോസ്റ്റ് പാറ്റേണിലൊക്കെ വരാൻ നേരത്തും അതിന്റെ പാന്റിന്റെ എൻഡിലേക്ക് ബോർഡർ വർക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിന്റെ വൺ സൈഡ് ആണെങ്കിൽ പട്ട പോലെ പോയിട്ടുണ്ട്, വൺ സൈഡ് ഇലാസ്റ്റിക് വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ അതിന്റെ ഷോള് വരാൻ നേരത്ത് നോക്കിക്കേണ്ട, ഷോളൊക്കെ നല്ല അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ്. കണ്ട അതില് 4 ചുറ്റും ലേസും കണ്ട ആ ഒരു ഡ്രാഗൺ സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് പോയിട്ടുള്ളത് കേട്ടോ. ഇപ്പൊ ഒരുവിധം ഇങ്ങനത്തെ ഹാൻഡ് വർക്ക് വരാൻ നേരത്ത് ഷോള് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിലാണ് വന്നത്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഭംഗിയൊന്നും വേറെ തന്നെയാണ്. ഉള്ള സൈസ് നോക്കി നോക്കിയാൽ നല്ല വീതി നീളമായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ എന്ന് തന്നെ പറയാം. അപ്പൊ ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്കും വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 3 പീസ് സെറ്റ് തന്നെയാണ്. അപ്പൊ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ ഒരു ഹാൻഡ് വർക്കിലൊക്കെ യൂസ് ചെയ്യണവർക്ക് പറ്റിയൊരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ 1795 കേട്ടോ. അപ്പൊ മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന ഡിസ്കൗണ്ട് റേറ്റ് ആഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇട്ടേക്കുന്നത്. നമ്മൾ ഷോപ്പിലെ പ്രൈസ് എന്ന് വെച്ചാൽ 1995 അതിന്റെ പ്രൈസ് വരുന്നത്. ഏകദേശം 2000 പ്രൈസ് എന്ന് തന്നെ പറയാം. അപ്പൊ അതിനേക്കാളും ഡിസ്കൗണ്ട് പ്രൈസ് പോലെ നമ്മൾ പ്രൈസ് ആഡ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരുവിധം പ്രൊഡക്റ്റുകളൊക്കെ മേടിക്കണവർക്ക് അറിയാൻ വേണ്ടി പറ്റും. നമ്മൾ നോർമലി ടാഗ് റേറ്റിനേക്കാളും 10-15% ലെസ്സിലായിരിക്കും ഓൺലൈനിൽ പറയണമെന്നുള്ളത് കേട്ടോ. അപ്പൊ ഷോപ്പിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിലും ചോദിക്കാറുണ്ട്, നമുക്ക് ഇവിടെ വരാൻ നേരത്ത് ടാഗ് റേറ്റ് ഇത്രയും കൂടുതലാണല്ലോ ഇവിടെ കാണണം എന്നുള്ളത്. അപ്പൊ അത് പറയാനായിട്ടുള്ള വേറെ ഒന്നുമല്ല, അവരുടെ അടുത്തും പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുള്ള കസ്റ്റമേഴ്സ് ഒക്കെ തന്നെയാണ്. ഒരുവിധമൊക്കെ നമ്മൾ ഒരു ബൾക്ക് സെയിൽ അടക്കണാരെ കൊണ്ടിട്ട് മാത്രമേ ഇത്രയും പെർസെൻറ്റേജ് നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നാലും നമ്മൾ വീഡിയോ കണ്ടു വന്നവർക്ക് എങ്ങനെ വന്നാലും നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ കാണുന്ന ആ ഒരു സെയിം പ്രൈസിൽ തന്നെ, അതായത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റ് സ്ക്രീൻഷോട്ടായിട്ട് നിങ്ങൾ ഷോപ്പിലേക്ക് വന്നെയാണെങ്കിൽ നമ്മൾ ആ ഒരു സെയിം ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് തന്നതായിരിക്കും കേട്ടോ. സാധാരണ ആ ഒരു പ്രൊഡക്റ്റ് ഒന്നും ഷോപ്പിൽ ഉണ്ടാവാൻ യാതൊരു ചാൻസ് ഉണ്ടാവില്ല. കാരണം കുറേ കസ്റ്റമേഴ്സ് ഡേ ബൈ ഡേ നമ്മുടെ അടുത്ത് ഷോപ്പിൽ വന്നിട്ട് സ്ക്രീൻഷോട്ടായിട്ട് ചില വീഡിയോ ഒക്കെ നമ്മൾ ഏകദേശം ഉച്ചക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം ഒരു 6 മണി 7 മണി ആവാൻ നേരത്തൊക്കെ അവരുടെ ഒഴിവുപോലെ ഷോപ്പിലേക്ക് വന്നിട്ട് ഈ പ്രൊഡക്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ പ്രൊഡക്റ്റ് എനിക്ക് വേണോട്ടാന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ടായിട്ട് വരാൻ നേരത്ത് പോലും ആ പ്രൊഡക്റ്റ് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടാ. അപ്പൊ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇൻ കേസ് നിങ്ങൾ അങ്ങനെ ഷോപ്പിലേക്ക് വന്നെയാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണോ എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ട് വേണം ഷോപ്പിൽ വരാനായിട്ടാ. അടുത്ത ഐറ്റം മൊഡാൽ സിൽക്കിലാണ് വന്നിട്ടുള്ളത്. അതും നല്ല പ്ലസ് സൈസ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ 2 കളേഴ്സിലാണ് നമ്മൾ പാറ്റേൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കാം. അപ്പൊ സൈസ് വന്നിട്ടുള്ളത് XL, XXL, 3XL അങ്ങനെ 3 സൈസിലാണ്. ടോപ്പിന്റെ ലെങ്ത് ഒക്കെ നമുക്ക് വന്നിട്ടുള്ളത് ഏകദേശം ഒരു 45-46 ഇഞ്ച് അടുത്തോളം ലെങ്ത് വന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നല്ല മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡിലുള്ള ഒരു കോമ്പിനേഷൻ വർക്കാണ് വന്നിട്ടുള്ളത്. അതിന്റെ നെക്ക് വർക്ക് വി ടൈപ്പിൽ വിത്ത് ഗോൾഡൻ ഷെയ്ഡ് മിക്സ് ആണ്. ലോക്കൽ ടൈപ്പ് ഗോൾഡൻ ഷെയ്ഡ് ഒന്നല്ല, നല്ല പ്രീമിയം ഗോൾഡൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ലതായിട്ടുള്ള സ്ലീവാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ്ത് റേഞ്ച് വന്നിട്ടുണ്ട്. വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇങ്ങനത്തെ മൊഡാൽ സിൽക്ക് ആണെങ്കിലും മസ്ലിൻ സിൽക്ക് ആണെങ്കിലും നമുക്ക് ബോർഡർ കാര്യങ്ങളൊന്നും അങ്ങനെ ഓവറായിട്ട് ഉണ്ടാവില്ല. അങ്ങനെ ഉള്ളത് സ്ഥിരമായിട്ട് അങ്ങനെ എടുക്കണവർക്ക് താല്പര്യമില്ലാത്ത കേസ് ഉണ്ടാകണ്ട. പിന്നെ വിത്ത് ലൈനിങ് ഈ ഒരു പോർഷൻ വരെ അറ്റാച്ച് തന്നെയാണ്. ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റിയിലാണ് അതിന്റെ ഫിനിഷിങ് വന്നിട്ട്. പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്ത് നോക്കിക്കുക, അതിനോട് മാച്ചിങ് ആയിട്ടുള്ള ലെവലിൽ തന്നെയാണ് പാൻസ് വന്നിട്ടുള്ളത്. അതും റൗണ്ട് ഇലാസ്റ്റിക്കിൽ അത്യാവശ്യം നല്ലതായിട്ടുള്ള പാൻസ് തന്നെയാണ്. അപ്പൊ സൈസ് കാറ്റഗറിക്കാർക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ ഒരു സൈസ് ചാർട്ടാണ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത്. പിന്നെ നോർമലി മൊഡാൽ സിൽക്ക് ആണെങ്കിലും മസ്ലിൻ ആണെങ്കിലും ഇപ്പൊ കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഷോളാണ് വന്നത്. ഇത് അങ്ങനെയല്ല, ഇത് ഒറിജിനൽ പാറ്റേണിലായത് കൊണ്ടിട്ടാണ് കേട്ടാ ആ ഒരു സെയിം ഷോൾ കാറ്റഗറി നമുക്ക് ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളത്. അതായത് ആ ഒരു സെയിം മൊഡാൽ സിൽക്ക് മെറ്റീരിയലിൽ തന്നെയാണ് ആ ഒരു പാന്റിന്റെ പ്രിന്റും ടോപ്പിന്റെ പ്രിന്റും കൂടി ആയിട്ടുള്ള മിക്സ് ആയിട്ടുള്ള കോമ്പിനേഷൻ. ഷോളിന്റെ സൈസ് നോക്കിയൊക്കെയാണ് നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ്. അപ്പൊ ഇതിന്റെ സൈസ് ആണെങ്കിൽ XL, XXL, 3XL അങ്ങനെ 3 സൈസിൽ നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് ആണെങ്കിൽ 1595. അപ്പൊ 1595 നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ്. ഇപ്പൊ മൊഡാൽ സിൽക്ക് ആണെങ്കിലും മസ്ലിൻ സിൽക്ക് ആണെങ്കിലും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾക്ക് വെഡിങ്ങിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റം തന്നെ കേട്ടോ. അപ്പൊ നോക്കി നോക്കിയണ്ട നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രിന്റ് ലെവലിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ മെറ്റീരിയലൊക്കെ സെയിം തന്നെ. ഇതിന്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ വീനക്ക് ആണെങ്കിൽ ഇത് റൗണ്ട് നെക്കിൽ ഇങ്ങനെ ജസ്റ്റ് നോക്കി നോക്കിയാണ്ട ആ ഒരു ത്രെഡ് വർക്ക് പോണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ സ്ലീവില് കാര്യങ്ങളൊന്നും ആ ഒരു
പാറ്റേൺ ഒക്കെ സെയിം തന്നെ ആയിരിക്കും, വേറെ ബോർഡർ കാര്യങ്ങളൊന്നുമില്ല. ഇടയിൽ ഇങ്ങനെ ഗോൾഡൻ ഷെയ്ഡുകൾ ഇങ്ങനെ മിക്സ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ അതിന്റെ പാൻസ് ആണെങ്കിൽ നോക്കി വെക്കേണ്ട ആ ഒരു അതിന് കോമ്പിനേറ്റ് ചെയ്തിട്ടുള്ള ലെവലിലുള്ള ആ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. ഇതിലും വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് പറഞ്ഞാൽ ഇതിന്റെ ദുപ്പട്ട ഉണ്ടേണ്ട ആ ഒരു ദുപ്പട്ടന്റെ ഭംഗി കണ്ടിട്ട് തന്നെയാണ് കസ്റ്റമേഴ്സ് ഈ പ്രോഡക്റ്റ് ഒക്കെ, അതായത് ഇങ്ങനത്തെ മസ്ലിനും മൊഡാ സിൽക്കിന്റെ ഒക്കെ പ്രോഡക്റ്റ് ഒരുവിധം എടുത്തുകൊണ്ട് പോകാറ് കേട്ടോ. അപ്പൊ ഷോളിന്റെ സൈസ് നോക്കിയൊക്കെയാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഷോൾ തന്നെയാണ്. ഒരൊറ്റ കളറിൽ സൈസ് ചാർട്ടാണ് 3XL സോറി XL XXL 3XL അങ്ങനെ 3 സൈസിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് കേട്ടോ. അപ്പൊ അടുത്ത ഐറ്റം രണ്ടും സെയിം കളറാണെങ്കിലും സെയിം മെറ്റീരിയൽ ആണെങ്കിലും വർക്കിലും സൈസിലും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ഞാൻ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ഇതാണെങ്കിൽ ലാർജ്, ഇതാണെങ്കിൽ XXL ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ലാർജ് ഒക്കെ ആണെങ്കിൽ ഒരു ടീനേജ് സൈസ് അല്ലെങ്കിൽ അധികം മണ്ണില്ലാത്ത ആൾക്കാർക്കൊക്കെ അത്യാവശ്യം നല്ല വെഡിങ്ങിനൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റം തന്നെ ഉണ്ടോ നോക്കിയൊക്കെ കണ്ടാ. അതിന്റെ ആർട്ടിക്കിൾ തന്നെ വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ളത് നല്ല ഡ്രാഗൺ സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത്. സ്ലീവ് ഒക്കെ വരാൻ നേരത്തെ നോക്കിയൊക്കെയാണ് അത്യാവശ്യം നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളതും. അപ്പൊ ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഒരു 45 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത്. പിന്നെ അതിന്റെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്തെ നല്ല ഹെവി ബോർഡർ കൺസെപ്റ്റ് ലെവലിലാണ് ആ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ് വന്നിട്ടുള്ളതും. ബാക്കിലേക്ക് വരാൻ നേരത്തെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള, അതായത് ആ സ്റ്റാർ ജോർജറ്റിന്റെ ഒരു ഹൈലൈറ്റ് നിൽക്കുന്ന ഒരു വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ലൊരു ഓഫർ പ്രൈസിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യണത് കേട്ടോ. പാൻസ് വരാൻ നേരത്തെ റൗണ്ട് ഇലാസ്റ്റിക്കിൽ എൻഡിലേക്ക് ആ ഒരു ബോർഡർ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ എൻ്റെ ഷോള് വരാൻ നേരത്തെ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ബോർഡർ വർക്കിലും വിത്ത് മൈന്യൂട്ട് ആയിട്ടുള്ള വർക്കിൽ തന്നെയാണ്. 2 സൈഡും ആ ഒരു വർക്ക് കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ക്യൂട്ട് ആയിട്ടുള്ള 3 പീസ് സെറ്റ് ആണ്. അപ്പൊ ലാർജ് സൈസ് ആയിരിക്കും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൂപ്പർ പാർട്ടി വെയർ 3 പീസ് സെറ്റ് എന്ന് തന്നെ പറയട്ടെ. പക്ഷെ ആകെ രണ്ട് കളേഴ്സിൽ മാത്രം നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് ആണെങ്കിൽ വെറും 1495 ഉള്ളൂ കേട്ടോ. അപ്പോൾ 1495 ആയിരിക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ്. അത് സ്റ്റാർ ജോർജറ്റ് ഫാബ്രിക്കിലാണ്. ഇതിലാണെങ്കിൽ രണ്ട് കളേഴ്സിലാണ് പ്രൊഡക്റ്റ്. അപ്പോൾ പ്രൈസും സൈസൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ വീഡിയോയിൽ എടുത്ത് പറയാനുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള സൈസ് കാറ്റഗറിക്കാർ പർച്ചേസ് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഇതിന്റെ ബാക്കിൽ ലാർജ് എന്നാണ് കൊടുത്തെങ്കിലും അതിന്റെ മെഷർമെന്റും കൂടി നോക്കിയിട്ട് കൺഫേം വരുത്തിയിട്ടുള്ള സൈസാണ് നിങ്ങളുടെ മുന്നിൽ പറയാനായിട്ട് വേണ്ട. അപ്പൊ ചെസ്റ്റ് മെഷർമെന്റ് ഒരു 40 ഇഞ്ച് ആയിരിക്കും വന്നത് ചുറ്റളവ്. അപ്പൊ ആ ഒരു സൈസ് ഓക്കെ ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പൊ ഇതിന്റെ നോക്കി വെക്കേണ്ട ഇത് XXL ആണ് സൈസ് വന്നിട്ടുള്ളത്. തൊട്ട് താഴെയുള്ള XL ആയിരിക്കും യൂസ് ചെയ്യുക. ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈവൺ തന്നെ ആയിരിക്കും. അപ്പൊ വർക്ക് പാറ്റേണും കാര്യങ്ങളൊക്കെ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മെറ്റീരിയൽ ആണെങ്കിലും ആ ഒരു കളർ ആണെങ്കിലൊക്കെ സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് ഏകദേശം ഒരു 44 ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത് വന്നിട്ട്. സ്ലീവ് ആണെങ്കിലും സ്ലീവിലും ആ ഒരു ബോർഡർ വർക്ക് കൺസെപ്റ്റിൽ തന്നെയാണ്. അപ്പൊ നല്ല അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പൊ നല്ലൊരു ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റിയൊരു പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിലും ദുപ്പട്ട വരാൻ നേരത്തെ അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത്. അത് ഓവർ സ്റ്റോക്ഡ് ഒന്നുമില്ല. ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് ഉള്ളത് കേട്ടോ. ഇപ്പൊ ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ വീഡിയോ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കി. ഇതൊക്കെ റേറ്റ് വന്നത് 1495 ഉള്ളൂ കേട്ടോ. നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റ് ആണ്. 1495 നിങ്ങൾക്ക് ഫംഗ്ഷനൊക്കെ നല്ല ഗ്രാൻഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിൽ തന്നെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ XXL ആണെങ്കിൽ തൊട്ട് താഴെയുള്ള XL ആയിരിക്കും യൂസ് ചെയ്യാം കേട്ടോ. പാൻസ് ഒക്കെ വരാൻ നേരത്തെ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള പാൻസ് തന്നെയാണ്. ആ ഒരു സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് ആ ഒരു 3 പീസ് സെറ്റിൽ കവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല ബിഗ് സൈസ് ഷോളും കൂടിയിട്ട് തന്നെയാണ്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളർ തന്നെയാണ്. ആകെ രണ്ട് കളേഴ്സിലുള്ളൂ. വെറും 1495 ഉള്ളൂ കേട്ടോ. അടുത്ത ഐറ്റം അനാർക്കലി കട്ടിങ്ങിലായിട്ടുള്ള 3 പീസ് സെറ്റ് ആണ്. സൈസ് ചാർട്ടാണ് വന്നിട്ടുള്ളത്. മീഡിയം, ലാർജ്, XL, XXL അങ്ങനെ 3 സൈസിലാണ് നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കോട്ടണിലാണ് ഫാബ്രിക് വന്നിട്ടുള്ളത്. ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു 49 ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ ഒരു പാറ്റേൺ ഒക്കെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യണവർക്ക് നല്ല കംഫർട്ട് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു പാറ്റേൺ തന്നെ പറയാം. ഇങ്ങനെ ഹൈനെക്കിൽ ഇങ്ങനെ ഷോ ബട്ടൺ പോലെ ഇങ്ങനെ പോയിട്ടുള്ളൊരു ആർട്ടിക്കിളാണ്. അതിന്റെ ഫ്രണ്ടിലാണെങ്കിൽ ചെറിയൊരു ഹാൻഡ് വർക്കും ത്രെഡ് വർക്കും കൂടി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ കാണാൻ വേണ്ടി പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒറിജിനൽ കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത്. അതിന്റെ പ്രിന്റ് ബോർഡർ ടൈപ്പ് ആണ്. എൻഡിലേക്ക് ഒരു നൈസ് ആയിട്ടുള്ള ഒരു ലേസും കവർ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ അനാർക്കലി കട്ടിങ് ആയതുകൊണ്ടിട്ട് ഇവിടുന്ന് കട്ടിങ് വന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു പാനൽ കട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ക്ലൈമറ്റിനും നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കും കൂടിയിട്ട് തന്നെയാണ് കേട്ടോ.
ബോർഡ് പ്രിന്റും കൂടി മിക്സ് ആയിട്ട് തന്നെ വിത്ത് ലേസും കൂടി കവർ ചെയ്ത് വെക്കണ നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ബോട്ടാണ് വന്നിട്ടുള്ളത്. ബാക്കിലേക്കാണെങ്കിൽ ആ ഒരു ഫ്രണ്ടിൽ കണ്ട സെയിം പ്രിന്റ് കണ്ടിന്യൂറ്റി തന്നെയാണ് ബാക്കിലും വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്ത് നോക്കിക്കേണ്ട, പാൻസ് ആണെങ്കിൽ അതിനോട് മാച്ചിങ് ആയിട്ടുള്ള പാൻ ലെവൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ആംഗിൾ ലെങ്ത് പാൻ ടൈപ്പ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ റൗണ്ട് ഇലാസ്റ്റിക്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ടൈ ചെയ്തിടാൻ പറ്റുന്ന ലെവലിൽ തന്നെയാണ് അതിന്റെ ഒരു പാൻസും വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് കോട്ടൺ ആയിട്ടുള്ള ഷോൾ തന്നെയാണ്. ആ ഒരു സെയിം ടോപ്പിന്റെ ഒക്കെ ഫാബ്രിക് തന്നെയാണ് വരാൻ നേരത്ത്. നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് അതിന്റെ ഷോൾ വന്നിട്ടുള്ളത്. അതായത് ടോപ്പിന്റെയും പാന്റിന്റെയും പ്രിന്റ് ആയിട്ടുള്ള മിക്സ് കോമ്പിനേഷൻ ആണ് അതിന്റെ ഷോൾ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വീതിനീളമായിട്ടുള്ള ഷോൾ ആണ്. ഷോളിന്റെ സൈസ് നോക്കിയൊക്കെ നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെ പറയാം കേട്ടോ. അപ്പൊ കോട്ടണിൽ ഇങ്ങനത്തെ സെറ്റൊക്കെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യണവരുണ്ടെങ്കിൽ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി അനാർക്കലി 3 പീസ് സെറ്റ് ആണ് വന്നിട്ടുള്ളത്. നമ്മുടെ റേറ്റ് ആണെങ്കിൽ 1495 കേട്ടോ. അപ്പൊ നല്ല പ്യുവർ കോട്ടൺ താല്പര്യമുള്ളവർക്ക് ഏത് ക്ലൈമറ്റിനും സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് തന്നെയാണ്. സൈസ് ആണെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ 3 സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോങ് ടോപ്പ് വന്നിട്ടുണ്ട്. സൈസ് ആണെങ്കിൽ എക്സലും ഉണ്ട്, ഡബിൾ എക്സലും ഉണ്ട് കേട്ടോ. പിന്നെ ലോങ് ടോപ്പിൽ നമ്മൾ നോർമലി കൊണ്ടുവന്ന പോലത്തെ ഫാബ്രിക് ഒന്നല്ല, കുറച്ച് നല്ല ലിനൻ ടൈപ്പ് ഫാബ്രിക് ആണ്. അതായത് പക്ക ഇമ്പോർട്ടഡ് ഫാബ്രിക് തന്നെയാണ്. പിന്നെ ഈ കാണുന്ന പ്രിന്റ് അല്ല കേട്ടോ, ഇത് കംപ്ലീറ്റ് നിങ്ങൾ നോക്കി നോക്കേണ്ട ത്രെഡ് വർക്കാണ് കംപ്ലീറ്റ് ഓൾ ഓവർ പോയിട്ടുള്ളത്. അതിൻ്റെതായിട്ടുള്ള ഒരു ഹൈലൈറ്റ് ആ ഒരു ടോപ്പിന് എന്തായാലും ഉണ്ടാവും. പിന്നെ ഷർട്ട് കോളർ ടൈപ്പിൽ ഫുൾ ഓപ്പൺ ടൈപ്പ് ബട്ടൺ അല്ല, ആകെ ഈ ഒരു പോർഷനിൽ കാണുന്ന ബട്ടനാണ്. അത് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഒരു ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. പിന്നെ സ്ലീവ് ആണെങ്കിൽ ഫുൾ ലെങ്ത് സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. അത് നല്ല സ്മോക്കി ക്വാളിറ്റി ഇലാസ്റ്റിക്കിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. വേറെ കട്ടിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ ആ ഒരു ത്രെഡിന്റെ കളർ അനുസരിച്ചിട്ടുള്ള ഒരു ഡോറീസ് ഇതിൽ മിക്സ് ആയിട്ട് പോയിട്ടുണ്ട്. ഓപ്ഷനിലാണ് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യുക. ഫ്രണ്ടിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു കട്ടിങ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ വിത്ത് ലൈനിങ്ങും കൂടിയും ഈ ഒരു സെറ്റ് ഈ ഒരു ടോപ്പിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ആകെ 3 കളേഴ്സ് ഉള്ളൂ. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് ആണെങ്കിൽ വന്നിട്ടുള്ളത് വെറും 1195 കേട്ടാ. 1195 നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടാണ്. എല്ലാ പ്രാവശ്യം കാണിക്കണ പോലെ നിലത്തിട്ട് കാണിക്കാൻ വേണ്ടി പോരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ വൈറ്റ് ആണ് വന്നിട്ട് കേട്ടാ. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇഷ്ടമുള്ള ഇതാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കിയോ. ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്, ഓവർ സ്റ്റോക്ക്ഡ് അല്ല കേട്ടോ. നോർമലി നമ്മൾ ഇങ്ങനത്തെ റോംബർ സെറ്റ് കൊണ്ടുവരാൻ നേരത്ത് എപ്പോഴും ഇന്നർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പാറ്റേണിലായിരിക്കും കൊണ്ടുവരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് അനുസരിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ്. അത് ഇന്നറൊക്കെ വരാൻ നേരത്ത് നോക്കിക്കുക, ലോക്കൽ ടൈപ്പ് അല്ല കേട്ടോ. ഇത് ഏകദേശം ഈ ഒരു ഇന്നറിന് തന്നെ നിങ്ങൾ ഒരു 300-400 രൂപയൊക്കെ നിങ്ങൾ പ്രൈസ് ഒക്കെ കൊടുക്കേണ്ട ഒരു ടൈപ്പിനെ. കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല ഇലാസ്റ്റിക് ടൈപ്പ് ആയിട്ടുള്ള നല്ല പ്രീമിയം ലെവല് ഇന്നറാണ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഔട്ടർ ആണെങ്കിൽ ഏകദേശം വിത്ത് ലൈനിങ് കൂടി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഡോ മെറ്റീരിയൽ ഫാബ്രിക്കിൽ നോർമലി നിങ്ങൾക്ക് വന്ന ആ ഒരു പാറ്റേണിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ സൈസ് ആണെങ്കിൽ എക്സലും ഡബിൾ എക്സൽ ആയിരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റണ ഫുൾ ലെങ്ത് സൈസ് തന്നെയാണ് പ്രൊഡക്റ്റിന് വന്നിട്ടുള്ളത്. ഇതിന്റെ ബാക്കിയുള്ള കളേഴ്സ് ഒക്കെ നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് കണ്ടല്ല. അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോംബർ ആണ്. ഇന്നറും ഔട്ടറും സെപ്പറേറ്റ് ആണ്. നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവുന്ന പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പൊ സൈസ് ആണെങ്കിൽ എക്സൽ, ഡബിൾ എക്സൽ ഫ്രീ സൈസിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. ലെങ്ത് ഒരു 56 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് ആണെങ്കിൽ വെറും 695 ഉള്ളൂ കേട്ടോ. നല്ല ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ള പ്രിന്റിലൊന്നും തന്നെയാണ്. വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളൂ. അപ്പൊ ഇതിന്റെ റിപ്പീറ്റേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർഡർ അനുസരിച്ചിട്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യണമായിരിക്കും കേട്ടോ. ടീനേജിന് പക്ക വെസ്റ്റേൺ ടൈപ്പ് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. ടീനേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസ് ആണ്. ജസ്റ്റ് മെഷർമെന്റ് ഏകദേശം ഒരു 38 ഇഞ്ചുള്ളവർക്കൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ടോപ്പിന്റെ ലെങ്ത് ആണെങ്കിൽ ഒരു 40 ഇഞ്ച് ലെങ്ത് തന്നെയുണ്ട്. ഫുൾ ലെങ്ത് ബലൂൺ സ്ലീവ് ആയിട്ട് ഇങ്ങനെ ഇലാസ്റ്റിക് ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ്. അതായത് നിങ്ങൾക്ക് അബായന്റെ ഒക്കെ ഒരു ടൈപ്പ് മെറ്റീരിയൽ ഇല്ല, ആ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്. പിന്നെ ഇന്നറും ഔട്ടറും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. ആകെ 3 കളേഴ്സ് ഉള്ളൂ. ഓവർ സ്റ്റോക്ക്ഡ് അല്ല, ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇതിൽ കട്ടിങ് ഒക്കെ നോക്കിയാണ്. ഈ ഒരു കട്ടിങ് തന്നെ ബാക്കിലും ഇതിന്റെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കളേഴ്സ് നോക്കിയൊക്കെ നല്ല നല്ല ഡെപ്ത് ആയിട്ടുള്ള കളർ ചാർട്ടിലാണ് പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ട്. നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് ആണെങ്കിൽ 1095 ആണ് കേട്ടോ. ഇമ്പോർട്ടഡ് ഐറ്റമാണ്. വിത്ത് ലൈനിങ്ങും കൂടിയും നമുക്ക് ഈ ഒരു ടോപ്പിന് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ 1095 ടീനേജിനൊക്കെ പറ്റിയ നല്ല സൂപ്പർ ഐറ്റമാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്നർ ആ ഒരു കളറിനനുസരിച്ചിട്ടുള്ള ഒരു ഡിഫറൻറ്റ് ആ ഒരു ഇന്നർ വന്നിട്ടുണ്ടാവും. ചെറിയൊരു ഹൈ നെക്ക് പോലത്തെ ഒരു ഇന്നർ ടൈപ്പ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണാൻ നമ്പറിൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാം. വീണ്ടും നമുക്ക് കഫ്താനി കോട്ട് സെറ്റ് ആണ് വന്നിട്ടുള്ളത്. ഡബിൾ എക്സൽ ആണ് സൈസ്. പിന്നെ ഏകദേശം ഒരു അബായന്റെ ഒക്കെ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കാം. അപ്പൊ നല്ല പ്യുവർ ബ്ലാക്കിലാണ് നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ബട്ടൺ ആണെങ്കിൽ ഫുൾ ഓപ്പൺ ടൈപ്പ് ആയിട്ടുള്ള ബട്ടൺ ആണ്. അപ്പൊ ഡബിൾ എക്സൽ ആയിരിക്കും. ഓവർ സൈസ് പോലെ
ഷോൾഡർ കട്ടൊന്നും ഇല്ലാത്ത ലെവലിൽ ഇങ്ങനെ ഒരു മാർബിൾ പ്രിന്റ് പോലത്തെ പ്രിന്റ് ആണ് അതിന്റെ ഒരു സൈഡ് കട്ടായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിന്റെ പാൻസ് ആണെങ്കിൽ ആ ഒരു സൈഡിലുള്ള പ്രിന്റിൽ ലൂസ് ടൈപ്പ് ആയിട്ടുള്ള പാനാണ്. ഏകദേശം ഒരു 39 ഇഞ്ചോളം ലെങ്ത് ആണ് ഇതിന്റെ ഒരു പാന്റിൽ വന്നിട്ടുള്ളത്. അപ്പൊ നല്ല പ്രീമിയം ലെവൽ ഫാബ്രിക്കും കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആകെ രണ്ട് പ്രിന്റ് മാത്രമുള്ള ഫ്രീ സൈസ് ആണ്. XXL ആയിരിക്കും നല്ല സുഖമായിട്ടൊക്കെ ഓവർ സൈസ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് തന്നെയാണ്. പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു 36 ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത്തും വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇഷ്ടമുള്ള ഏതാ പ്രിന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്മൾ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കി. മെറ്റീരിയൽ ക്വാളിറ്റിന്നൊന്നും ഒരു പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല പ്രീമിയം ഫാബ്രിക് തന്നെയാണ്. നിങ്ങൾക്ക് നല്ല ലൈഫ് കിട്ടണ ഒരു പാറ്റേണിൽ തന്നെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. കലങ്കാരി പ്രിന്റിൽ നല്ല സോഫ്റ്റ് റയോൺ ഫാബ്രിക്കിൽ രണ്ട് കളേഴ്സിൽ നമുക്ക് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ മസ്ലിൻ മെറ്റീരിയൽ ആണെന്ന് തോന്നിക്കുമെങ്കിലും ആ ഒരു ഗോൾഡൻ ഷെയ്ഡാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വന്നിട്ടുള്ളത്. പിന്നെ നീ ലെങ്ത് ആണ് ടോപ്പ്. ഹൈ നെക്കിൽ ഫ്രണ്ട് ബട്ടൺ ഓപ്പൺ ആയിട്ടുള്ള ഒരു ടൈപ്പ് ആണ്. നിങ്ങൾക്ക് ഒരു ഫീഡിയം ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് വന്നിട്ടുള്ളത്. പിന്നെ ടോപ്പിന്റെ ബാക്കിലാണെങ്കിൽ ലാർജ് സൈസിനാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ XL സൈസ് വരെ സുഖമായിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ടോപ്പ് തന്നെയാണ്. നിങ്ങൾക്കൊരു ഡെയിലി വെയർ പോലെ ഏത് ക്ലൈമറ്റിനും നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് തന്നെയാണ്. സ്ലീവ് ഒക്കെ വരാൻ നേരത്തുണ്ട് ബലൂൺ സ്ലീവ് ടൈപ്പിൽ എൻഡിലേക്ക് ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. പിന്നെ ഫ്രണ്ടിൽ ആ ഒരു കട്ടിങ് നോക്കി വെക്കേണ്ട, ആ ഒരു കട്ടിങ് ബാക്കിലേക്ക് വന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫ്രീ സൈസ് പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ടോപ്പ് തന്നെ. രണ്ട് കളേഴ്സോളും നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് ആണെങ്കിൽ വെറും 695 വേണ്ട. 695 നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള റയോൺ ഫാബ്രിക്കിലാണ് പ്രൊഡക്റ്റ് വന്നത്. നിങ്ങൾക്ക് ലെങ്ത് ഒക്കെ വരാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. ഏകദേശം ഒരു 38 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത്. അപ്പൊ അതായത് സ്കിൻ ഫിറ്റ് പാന്റിനാണെങ്കിലും ശരി ലൂസ് പാന്റിനും നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടോപ്പ് തന്നെയാണ് കേട്ടോ.